മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചതിന് ശേഷം കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ അനുസ്മരണങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളം മാധവ് ഗാഡ്ഗിലിനെ ഓർക്കുവാൻ അനവധി കാരണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ള ഒരു സ്വത്വമാണ്. അത് നമ്മുടെ മലയാളി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും അനുദിനം സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വത്വം എന്നുള്ള രീതിയിൽ അത് നമ്മുടെ സാംസ്കാരികവും നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വിനിമയങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്നുള്ള രീതിയിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വരദാനമാണ് കേരളം എന്ന രീതിയിൽ സ്വാഭാവികമായും കേരളം അദ്ദേഹത്തിൻ്റെ ആ ഗൗരവമനുസരിച്ച് അനുസ്മരിക്കുന്നതിൽ അസ്വാഭാവികതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ നേരത്തെ പരാമർശിക്കപ്പെട്ട പാരിസ്ഥിതിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലേറെ വൈകാരികമായിട്ടുള്ള ഒരു തലം കൂടിയുള്ള ഒരു വസ്തുതയാണ്. ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു 2012 മറ്റായിരിക്കണം കോഴിക്കോട്ട് വെച്ച് നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹത്തെ ഞാൻ കാണുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് എതിരായിട്ടുള്ള വലിയ കോലാഹലങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വിശേഷിച്ച് മലയോര മേഖലയിലൊക്കെ തന്നെ നടന്നു വരികയായിരുന്നു. അപ്പോൾ തീർത്തും ഗാഡ്ഗിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതും മാത്രമല്ല, ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിച്ച ആളുകൾ പോലും അല്ല അനുകൂലിക്കുന്ന ആളുകൾ പോലും അതിൻ്റെ സമഗ്രതയിൽ അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കോ അറ്റ്മോസ്ഫിയറിനകത്ത് പ്രതിഷ്ഠിച്ചല്ല ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണുന്നത്. കേവലം ഒരു പാരിസ്ഥിതികമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്നുള്ള രീതിയിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണുന്നത് എന്ന് എന്നെപ്പോലുള്ള ആളുകൾക്ക് ആ സമയത്ത് അത് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കണ്ണൂരിൽ ഞാൻ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ളൊരു പരിപാടി, എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കണം, അതറിയിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ക്ഷണിച്ചതനുസരിച്ച് അദ്ദേഹം വരികയും ഒരുപക്ഷെ അദ്ദേഹത്തെ ആ സമയത്ത് കായികമായി നേരിടാനുള്ള ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കെ അദ്ദേഹം വളരെ നിർഭയനായി ആ പരിപാടിയിൽ എനിക്ക് ഓർമ്മയുണ്ട്, പുത്തൂരിലൊരു പരിപാടി, കർണാടകയിലെ പുത്തൂരിലെ പരിപാടിയിൽ ഞാൻ അദ്ദേഹത്തെ കാറിൽ കൂട്ടി വരുന്ന സമയത്ത് ഇൻ്റലിജൻസ് കുറികളാണ് വന്നുകൊണ്ടിരുന്നത്. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് എവിടെയാണ് സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരുടെ ഒരു വലിയ, അദ്ദേഹം പോലും അത്ഭുതപ്പെട്ട് അദ്ദേഹം തമാശയോടുകൂടി സരസമായി അതൊക്കെ ആസ്വദിച്ച് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ പരിപാടിയിൽ അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ടും അല്ലാതെയും നേരിടാനുള്ള വലിയ സന്നാഹത്തോടുകൂടി ഒരുപാട് ആളുകൾ വന്നിരുന്നു. എനിക്കൊന്ന് 10-600 ആളുകൾ ഹാള് നിറഞ്ഞ് കവിയുന്ന രീതിയിൽ. പക്ഷെ അദ്ദേഹം സംസാരിക്കുകയും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പുരോഹിതരടക്കമുള്ള ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തപ്പോൾ അവരൊക്കെ ഗാഡ്ഗിലിനെ അനുകൂലിച്ചുകൊണ്ട് ഗാഡ്ഗിലിനെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ആണ് പിരിഞ്ഞു പോയത്. പിന്നീട് 2018 കാലഘട്ടത്തിൽ നമ്മൾ പുത്തൂർ മലയിലൊക്കെ ഉരുൾപൊട്ടലുകളും അതേപോലെ കാലവർഷക്കെടുതികൾ ഉണ്ടായ സമയത്ത് ഈ മലയോര മേഖലയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഗാഡ്ഗിലിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ പ്രദേശത്ത് വേണമെന്ന് മലയോര കർഷകരുടെ ഭാഗത്തു നിന്ന് വലിയ അന്വേഷണങ്ങളും വലിയ ആവശ്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ കുരിശുമരണത്തിന് വിധേയമാക്കിയ ഗാഡ്ഗിലിനെ അദ്ദേഹം യേശു 3-ാം പക്കം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന പോലെ 2018 വെള്ളപ്പൊക്കത്തോടു കൂടി മാധവ് ഗാഡ്ഗിൽ കേരളത്തിൽ ഒരു വിശുദ്ധനായിട്ട് ഒരു പ്രവാചകനായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അക്കാലം മുതൽ അദ്ദേഹവുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിക്കുവാനുള്ള സാഹചര്യം എനിക്കുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലതവണയായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും താമസിക്കാനും എനിക്ക് അവസരമുണ്ടായി. ആത്മകഥ എഴുതുന്നത് തന്നെ ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. നേരത്തെ കേരളത്തെക്കുറിച്ചും പശ്ചിമഘട്ടത്തെക്കുറിച്ചും വളരെ നല്ല പുസ്തകം എഴുതണമെന്ന്, നമുക്ക് രണ്ടുപേർക്കും കൂടി പുസ്തകം എഴുതാമെന്ന് എന്നോട് പറയുകയും ഞാൻ പറഞ്ഞു എൻ്റെ പേര് വെക്കാതെ തന്നെ എഴുതണം, ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എൻ്റെ പരിമിതമായിട്ടുള്ള കഴിവിനനുസരിച്ച് ചെയ്യാമെന്നൊക്കെ പറയുകയും
പിന്നീട് ഞങ്ങൾ തമ്മിൽ ഡിസ്കഷനിലാണ് അത് ആത്മകഥയായിരിക്കാം ഏറ്റവും കൂടുതൽ അനുയോജ്യമെന്ന് സംസാരിക്കുക. ഒരുപക്ഷെ എനിക്കൊന്ന് പയ്യന്നൂരിലെ ഒരു സമര പരിപാടിയിലേക്ക് പങ്കെടുക്കുമ്പോൾ കാറിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ചർച്ച നടത്തിയത്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ചെല്ലാൻ പറയുകയും ആ സമയത്ത് അതിനെക്കുറിച്ച് കുറേ നോട്ടുകൾ അദ്ദേഹം തയ്യാറാക്കിയതിനെ കാണിക്കുകയും ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ സിനോപ്സിസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത കാര്യം ഓർമ്മ വരികയാണ്. അപ്പോൾ അങ്ങനെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിൻ്റെ മലയാള പരിഭാഷ നടത്താൻ പറ്റുമോ എന്നോട് ചോദിക്കേണ്ടായി. അപ്പോൾ നേരത്തെ ചില കാര്യങ്ങൾ പരിഭാഷപ്പെടുത്തിയ അനുഭവജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ ഏൽക്കുകയും അങ്ങനെയാണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മൂലമായിട്ടുള്ള എഴുത്ത് തന്നെ നേരിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാനുള്ള സാഹചര്യമുണ്ടായത്. പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ചത് പിന്നീട് എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഷനാണ്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന മലയാളത്തിൽ പ്രസിദ്ധീകൃതമായിട്ടുള്ള പുസ്തകമാണ് അതിൻ്റെ മൂലരചന എന്ന് പറയാവുന്നത്. അതിലുള്ള പല വിശദാംശങ്ങളും ഒരുപക്ഷെ ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ഒരുപക്ഷെ കണ്ടേക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥ 2023 സെപ്റ്റംബർ മാസമാണ് അത് പൂനെയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടത്. 9 ഭാഷകളിൽ അത് ആ സമയത്ത് തന്നെ പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. ഒരേ ഒരു വ്യത്യാസം, ബാക്കി എല്ലാ ഭാഷകളിലും ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യരൊക്കെ ആയിട്ടുള്ള വളരെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരായിരുന്നു. പക്ഷേ അതിൽ പെടാത്തൊരാൾ, ശാസ്ത്രലോകത്തു നിന്നും വിഭിന്നനായിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ മലയാളം പരിഭാഷപ്പെടുത്തി ഞാൻ മാത്രമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാള പരിഭാഷ ഞാൻ ആസ്വദിച്ചുകൊണ്ട് ചെയ്തത് എന്നുള്ളൊരു ചോദ്യത്തിന് ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു മറുപടി, ഒരുപക്ഷെ ഗാഡ്ഗിൽജിയുമായി ഞാൻ കൂടുതൽ എടുക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക വിചാരങ്ങളിൽ അടങ്ങിയിട്ടുള്ള ദർശനങ്ങളാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്സാണ്. അത് വികസനത്തെക്കുറിച്ച്, ജാതിയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക ദർശനങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഒരു വിശാലമായ രാഷ്ട്രീയ സ്വഭാവമുണ്ട്. അത് ആണ് ഒരുപക്ഷെ ചാലിയാർ സമരങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത്, അതിന് സമരങ്ങളുടെയൊക്കെ മുൻപന്തിയിലുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്താണ് പാരിസ്ഥിതികമായ ഒരു നിലപാടിലെത്തിയത്. ഒരുപക്ഷെ ആ ഒരു ഷെയറിങ്, അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക നിലപാടുകൾ അത് കുറെ കൂടി ശാസ്ത്രീയമായി പ്രകൃതി വിഭവങ്ങളുടെ ഒരു ചലനക്രമവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലുണ്ടാകുന്ന സംഘാടനങ്ങളും അതിൻ്റെ എല്ലാ അടിത്തറയിലുള്ള വിള്ളലുകളും അതിൻ്റെ അധികാരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണത് മറ്റ് സാമൂഹ്യ രൂപങ്ങളെ സ്വാധീനിക്കുന്നത് എന്നൊക്കെയുള്ള വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക ദർശനത്തെ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ അത് ആണ് എനിക്കത് പെട്ടെന്ന് ബോധ്യമാവാനും അത് കൂടുതൽ അദ്ദേഹത്തിൻ്റെ രചനകളുമായി എടുക്കുന്നതിനിടയാക്കിയതും. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ ആ പുസ്തകത്തിൻ്റെ പരിഭാഷ കുറെ കൂടി എളുപ്പമായിരുന്നു, പ്രത്യേകിച്ച് ശാസ്ത്ര മേഖലയിലെ സംബന്ധിച്ച വിഷയങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത ഒരു വലിയ സ്റ്റാച്ചറുള്ള ഒരു വലിയ പാരിസ്ഥിതിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക ദർശനം അദ്ദേഹം എടുത്തിട്ടുള്ളത് കേവലമായിട്ടുള്ള ഒരു കണ്ടംപററി ആയിട്ടുള്ള സിറ്റുവേഷൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹത്തിൻ്റെ ഈ ഹോമോസാപ്പിയൻസ് മനുഷ്യവർഗം ഉണ്ടായ കാലഘട്ടം മുതൽ പിന്നീട് ലോകത്ത് നടന്നിട്ടുള്ള എല്ലാതരം ചലനങ്ങൾ, അത് മുതലാളിത്തം തുടങ്ങി ഇങ്ങ് വരെയുള്ള മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള എല്ലാ സാമ്പത്തിക സാമൂഹ്യ രൂപങ്ങളുടെയും ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ പാരിസ്ഥിതികമായ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അദ്ദേഹം സമീപിക്കുന്നത്. അതിന് ശാസ്ത്രീയമായ അടിത്തറ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ സംഭാവന എന്ന് പറയുന്നത്. അത് പാരിസ്ഥിതിക ശാസ്ത്രജ്ഞൻ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അതിനപ്പുറത്ത് സാമ്പ്രദായികമായിട്ടുള്ള പാരിസ്ഥിതിക ദർശനങ്ങളിൽ അപ്പുറത്തേക്ക് പരിസ്ഥിതിയെ മനുഷ്യ സമൂഹങ്ങളുടെ ജീവിതവുമായിട്ട് അവരുടെ ജീവിത പരിസരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുകയും അവിടെയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നടക്കുന്ന ചലനങ്ങൾ എങ്ങനെയാണ് പാരിസ്ഥിതിക സംരക്ഷണത്തിലേക്ക് നയിക്കാവുന്ന ദർശനങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ പഠനങ്ങളുടെയൊക്കെ ലക്ഷ്യമായിട്ടുള്ളത്. അദ്ദേഹം ഫീൽഡ് പഠനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളതും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഈ അറിവുകളെ, ഗ്രാമീണരുടെ അറിവുകളിൽ അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്.
അല്ലാതെ അക്കാഡമിക് ആയിട്ടുള്ള ഡാറ്റകളെ ഒന്നും അവലംബിക്കാതെ, എന്നാൽ അത് സ്വീകരിക്കേണ്ടിടത്ത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഘടനയ്ക്ക് വേണ്ടി സ്വീകരിക്കുമ്പോൾ പോലും ഏറ്റവും അടിത്തട്ടിൽ ജനങ്ങൾ എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് വ്യവഹരിക്കുന്നത്, അവർ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണ്, അതിനവർ സ്വീകരിക്കുന്ന ഭാഷ ഏതാണ് എന്നുള്ള വിശാലമായിട്ട് അന്വേഷണത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ബന്ദിപ്പൂരിലെ ആനകളെ പരിപാലിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന്, അവരുടെ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഇന്ത്യയിലെ തനത് സമൂഹങ്ങൾ, ഗ്രാമീണ സമൂഹങ്ങൾ എങ്ങനെയാണ് പാരിസ്ഥിതിക വിവേകത്തിൻ്റെ, ജീവിക്കുമ്പോൾ പോലും പരിസ്ഥിതിയുമായിട്ട് പ്രകൃതിയെ അവരുടെ ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങളിലായിട്ട് ഊന്നുമ്പോൾ പോലും എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക വിവേകം, സ്വയം ശാസിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാഹ്യമായിട്ടുള്ള ഏജൻസികളുടെയോ യാതൊരു പ്രേരണയുമില്ലാതെ എങ്ങനെയാണ് സ്വയം ശാസിതമായ രീതിയിൽ അവരുടെ ജീവിതവുമായി എങ്ങനെയാണ് പാരിസ്ഥിതികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അവർ ബന്ധപ്പെടുത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്തകളുടെയും ഒരു കാതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഡോക്ടർ സലീം അലിയെ അദ്ദേഹം ഗുരുതുല്യനായിട്ട് കാണുമ്പോൾ പോലും സലീം അലിയുടെ ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പാരിസ്ഥിതിക വിചാരങ്ങളെ നഖശിഖാന്തമാണ് അദ്ദേഹം എതിർക്കുന്നത്. അദ്ദേഹത്തെ ആത്മകഥ പരിഭാഷപ്പെടുത്തി മാതൃഭൂമി വീക്കിലിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സലീം അലിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പലരും എന്നെ വിളിക്കുകയും അത് അടുത്ത ഇതിലേക്ക് ഒഴിവാക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ അത് മാതൃഭൂമിയിൽ നിന്ന് പോലും അത് ആശങ്കയുള്ള വിളി വന്നു, എങ്ങനെയാണ് അതങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാകുമോ എന്നുള്ള രീതിയിൽ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വളരെ സത്യസന്ധമായി വസ്തുതാപരമായിട്ടുമാണ് എഴുതിയത്, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ്. ഞാൻ അതിനകത്ത് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഞാൻ യാതൊരു രീതിയിലും ബോധവാനാകുന്നില്ല. സത്യസന്ധമായുള്ള കാര്യങ്ങളാണ്, അതിനെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. പലരോടും എന്നോട് അന്വേഷിച്ച പലരും ഞാൻ പറഞ്ഞു, അദ്ദേഹം എഴുതിയതിനപ്പുറത്ത് എനിക്കൊന്നും എഴുതാനുമില്ല, എനിക്കൊന്നും കുറയ്ക്കാനുമില്ല. അതുകൊണ്ട് സലീം അലി എന്ന് പറയുന്ന ബിംബം ഒരു പക്ഷേ നമ്മൾക്കൊക്കെ വലിയ ബിംബമാകാൻ കഴിയും. അദ്ദേഹത്തെ സലീം അലിയുടെ സംഭാവനകളെ ഗാഡ്ഗിൽ വിസ്മരിച്ചുകൊണ്ടല്ല അദ്ദേഹം സലീം അലിയെ വിമർശിക്കുന്നത്. പക്ഷേ ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പാരിസ്ഥിതിക വിചാരങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജനവിരുദ്ധമാകുന്നതെന്നും അതെങ്ങനെയാണ് ജനങ്ങളെ കുറ്റവാളികളാക്കാൻ പ്രേരിപ്പിക്കുന്നതും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വനനയം പോലെ അല്ലെങ്കിൽ നമ്മുടെ വനസംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം പോലെ നമ്മുടെ പാരിസ്ഥിതിക വിചാരങ്ങളെ പോലും സ്വാധീനിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ചിന്തകളാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബോംബെ നാച്ചുറലിസ്റ്റ് സൊസൈറ്റി പോലും ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷ് കൊളോണിയൽ പശ്ചാത്തലം, അതിൻ്റെ ആളുകൾ തന്നെയാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ആയിട്ടുള്ള ഇവിടുത്തെ തോട്ടം മുതലാളിമാരും ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ട തോട്ടം മുതലാളിമാരൊക്കെയാണ് അതിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വികസന മാതൃക മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ യൂറോപ്പിൽ നിന്ന് പറിച്ചു നട്ടത്, യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക ചിന്തകൾ കൂടി യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നിന്ന് ഇവിടെ പറിച്ചു നടത്തപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യത്താണ് കേരളത്തിലെയും ഇന്ത്യയിലും പാരിസ്ഥിതിക ദർശനങ്ങൾ ചുറ്റിക്കറങ്ങുന്നത്. കൊളോണിയൽ വികസന മാതൃകനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു ചലന സ്വഭാവം തന്നെയാണ് ഇവിടുത്തെ പാരിസ്ഥിതിക ചിന്തകളൊക്കെ കറങ്ങിക്കൊണ്ടിരുന്നത്. അതിനൊരു വലിയൊരു തിരിച്ചടിയാണ് ആ ചിന്തകളെ അങ്ങനെ മോൾഡ് ചെയ്ത് വന്നിട്ടുള്ള, അങ്ങനെ രൂപപ്പെടുത്തി വന്നിട്ടുള്ള കൊളോണിയൽ രീതിയിൽ രൂപപ്പെടുത്തി വന്നിട്ടുള്ള പാരിസ്ഥിതിക വിചാരങ്ങളെ മുഴുവൻ കടപുഴക്കി എറിയുന്ന രീതിയിലാണ് ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ആ രീതിയിൽ അദ്ദേഹം പാരിസ്ഥിതിക ഭാഷയിൽ തന്നെ അദ്ദേഹം അതിനെ ഈ ജനങ്ങൾ പാരിസ്ഥിതിക വിചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളെ ശ്രേണീകരിക്കുന്നുണ്ട്. എക്കോസിസ്റ്റം പീപ്പിൾ, ബയോസ്ഫിയർ പീപ്പിൾ, എക്കോളജിക്കൽ റെഫ്യൂജീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ബയോസ്ഫിയർ, അതായത് ജൈവമണ്ഡലത്തിൽ വികസനത്തിൻ്റെ അനുഗുണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അനുഭവിച്ച് വളരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പാരിസ്ഥിതികമായ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അത് അങ്ങേയറ്റം അബദ്ധപരമായിട്ടുള്ള, അങ്ങേയറ്റം ഒഴിവാക്കപ്പെടേണ്ടതാണ്, അങ്ങേയറ്റം അത് പൊളിച്ചെഴുതപ്പെടേണ്ടതാണെന്നുള്ള വികാരത്തിൻ്റെ പുറത്താണ് ഗാഡ്ഗിൽ വളരെ നിശിതമായ രീതിയിൽ തന്നെ അദ്ദേഹം അതിനെ വിമർശിക്കുന്നത്. ഇപ്പോൾ ഇക്കോളജിക്കൽ റെഫ്യൂജീസ്, അഭയാർത്ഥികൾ, പാരിസ്ഥിതിക അഭയാർത്ഥികൾ എന്ന് പറയുന്ന ഒരു സംജ്ഞ നമുക്കറിയാം. ഈ ഇന്ത്യയിലെ വികസന മാതൃക, ബ്രിട്ടീഷ് കൊളോണിയൽ അതിന് ഭരണത്തിന് ശേഷം നമ്മൾ പിന്തുടർന്ന് വന്നിട്ടുള്ള അതേ പാറ്റേണിലുള്ള വികസന മാതൃക നമ്മുടെ ഈ വലിയ വലിയ ഡാമുകളും വലിയ വലിയ ഉൽപ്പാദന കേന്ദ്രങ്ങളുമൊക്കെ നമ്മുടെ വികസനത്തിൻ്റെ ശ്രീകോവിലകളായിട്ട് നമ്മളെ ആ രീതിയിൽ വിശദീകരിക്കപ്പെട്ട ഒരു കാലത്ത്
എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ അഭയാർത്ഥികൾ, പാരിസ്ഥിതിക അഭയാർത്ഥി നഗരങ്ങളിലെ അഭയാർത്ഥികളുടെ എണ്ണം, ഒരു തരം അഭയാർത്ഥികളുടെ പ്രവാഹം നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും നമ്മുടെ നഗരങ്ങളിലേക്കും ഒക്കെ പ്രവഹിച്ചിട്ട് നമുക്കറിയാം. ഒരുപക്ഷെ വികസന ദുരന്തം, ആ ഒരു വലിയ ദുരന്തമാണ് നമ്മൾ ഇന്ത്യയിലെ വികസനം എന്ന് പറയുന്നത്. അതിനൊരു ബ്ലൂ പ്രിൻ്റ് അപ്രോച്ചിന് പകരം, ആ രീതിയിൽ മേലെ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന വികസന മാതൃകയ്ക്ക് പകരം താഴെ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഹരിത സമീപനം വേണമെന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഹരിത സമീപനം യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയപരമായിട്ടുള്ള, അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യപരമായ ആശയപരമായിട്ടുള്ള ഭൂമിക എന്ന് പറയുന്നത് ഗാന്ധിയുടെയും അതേപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ എക്കോണമി ഓഫ് പെർമനൻസ് എഴുതിയിട്ടുള്ള JC കുമരപ്പയുടെയൊക്കെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഈ വലിയ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ വിഭവങ്ങളെക്കുറിച്ചുള്ള ഈ വിഭവങ്ങൾ അടിത്തറ എങ്ങനെയാണ് സമൂഹങ്ങളുടെ സംഘാടനത്തിലേക്ക് നയിച്ചത്, അതെങ്ങനെയാണ് ജാതി ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് എന്നുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ, അദ്ദേഹം വളരെ അടിത്തട്ടിൽ നിന്നുകൊണ്ടുള്ള പഠനങ്ങൾ, അതിനുവേണ്ടി അദ്ദേഹം നടത്തിയുള്ള യാത്രകൾ അനവധി യാത്രകളാണ്. ഹിമാലയം മുതൽ കേരളത്തിലെയും നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും മഹാരാഷ്ട്രയിലൊക്കെ കാടുകളും മേടുകളും ഒക്കെ നടന്ന് സൂക്ഷ്മമായ തലത്തിൽ ആദിവാസികൾ നേരിട്ടുകൊണ്ട് അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുന്നത് വളരെ തന്മയത്തോടു കൂടിയാണ്. ഒരു ഗവേഷകൻ എന്നുള്ള രീതിയല്ല ആദിവാസികളുടെ ഇടയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. അത് അവരിൽ ഒരാളായി തീർന്നുകൊണ്ട് അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഒരുപക്ഷെ അദ്ദേഹം സാന്താൾ വർഗ്ഗക്കാരുടെ ഇടയിൽ ബീഹാറിലെ കൊച്ചു ബീഹാറിലൊക്കെ സാന്താൾ വർഗ്ഗക്കാരുടെ ഇടയിൽ അദ്ദേഹം പഠിക്കാൻ പോയപ്പോൾ അവരുടെ കൂടെ എലിയെ വേട്ടയാടാനും ആ എലി വേട്ടയുടെ വക എലി മാംസം കഴിക്കാനും ഒക്കെ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹം സൂക്ഷ്മതലത്തിൽ നാട്ടറിവുകളെ, ജനങ്ങളുടെ വ്യവഹാരങ്ങളെ സ്വാംശീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ, ലോകത്തിൽ തന്നെ ഒരുപക്ഷെ ഏകനായിട്ടുള്ള പരിസ്ഥിതിശാസ്ത്രജ്ഞനാണെന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ആ രീതിയിൽ വളരെ അടിത്തട്ടിൽ നിന്നുകൊണ്ടുള്ള ഈ രീതിയിലുള്ള ഒരു പുതിയ സമീപനം, പുതിയ വികസന മാതൃക വേണം എന്ന് അദ്ദേഹം പറയുന്നത് ഈ രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ തുടർന്ന് വന്നിട്ടുള്ള എങ്ങനെയാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കൊയ്ന അണക്കെട്ടിൻ്റെയൊക്കെ ദുരന്തങ്ങൾ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊയ്ന അണക്കെട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസ്ഥിതി ആഘാതം ഒക്കെ പഠിക്കുന്ന സമയത്തും അതിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ, അങ്ങനെ എല്ലാ തലത്തിലും അദ്ദേഹം ബാല്യകാലം മുതൽ തന്നെ ഒരു പുതിയ അവബോധം ഇതിനെക്കുറിച്ച് അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്നു എന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ ഹാർഡ്വാർഡ് സർവകലാശാല പഠന സമയത്ത് പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഗോളാന്തര യാത്രകളിലൊക്കെ തന്നെയും അദ്ദേഹം അന്വേഷിച്ചിരുന്നത് എങ്ങനെയാണ് അവിടുത്തെ തദ്ദേശീയ ജനത എങ്ങനെയാണ് പാരിസ്ഥിതിക വിവേകം ഓരോ പ്രദേശങ്ങളിലെയും എങ്ങനെയാണ് അത് പരിപാലിച്ചു പോന്നിട്ടുള്ളത്, എങ്ങനെയാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ മുഴുനീളമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഒരു ഇക്കോളജിസ്റ്റിൽ എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് എങ്ങനെയാണ് വിഭവങ്ങളുടെ അധികാരം എപ്പോഴാണ് നമ്മുടെ ഗ്രാമീണ വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന അന്വേഷണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് തീർച്ചയായിട്ടും കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമാണ് നമുക്കറിയാം. അത് ബ്രിട്ടനിൽ എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ വിഭവാധികാരം നഷ്ടപ്പെട്ടു, അത് പിന്നീട് കൊളോണിയത്തിൻ്റെ വ്യാപനത്തിന് ശേഷം എങ്ങനെയാണ് ആഗോളപരമായിട്ട് എങ്ങനെയാണ് ഓരോ ഗ്രാമസമൂഹങ്ങൾക്കും അവരുടെ വിഭവങ്ങളുടെ വിഭവങ്ങളുടെ അധികാരവും നഷ്ടപ്പെട്ടതും എന്നുള്ളതാണ് അദ്ദേഹം സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ അധികാരം ഗ്രാമീണ ജനസമൂഹങ്ങൾക്ക് തിരികെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക ദർശനത്തിൻ്റെ രാഷ്ട്രീയത്തെ ഏറ്റവും കാതലായിട്ടുള്ള വശം എന്ന് പറയാവുന്നത്. അപ്പോൾ ഗ്രാമീണ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട വിഭവാധികാരം തിരികെ ഏൽപ്പിക്കുക, അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഒരു ഭരണപരമായ ഘടന എങ്ങനെയാണ്, അതിനനുസൃതമായ ഘടന എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കുക. അവിടെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ അന്തസത്ത എന്ന് പറയുന്നത്. അത് ഗ്രാമസഭകൾ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ അധികാര കേന്ദ്രങ്ങളാണ് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു തലം അതിന് വെക്കുമ്പോഴേക്കും നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒട്ടനവധി തലങ്ങളിൽ വളരെ വിപ്ലവാത്മകവും വളരെ നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നമ്മുടെ എല്ലാ അഭിലാഷങ്ങളെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ്. പക്ഷേ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണഘടന, ഒരു സ്ട്രക്ചറാണുള്ളത്. ആ സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ള യഥാർത്ഥത്തിൽ അതിന് വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല. ആ സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ള യഥാർത്ഥത്തിൽ അതിനനുസൃതമായിട്ടൊരു വികസന മാതൃകയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്ട്രക്ചറാണ്. കൊളോണിയൽ വികസന മാതൃകയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്.
ആ ഭരണഘടനയിൽ കേന്ദ്രവും സ്റ്റേറ്റും അപ്പുറത്തേക്ക് ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലം, ഒരു ഭരണപരമായ തലം ഒരുപക്ഷെ ഗ്രാമങ്ങളിലെ ഇന്ത്യയിൽ നിന്ന്, ഗ്രാമങ്ങളുടെ ഇന്ത്യ എന്ന ഈ ദേശീയതയ്ക്ക് പ്രതിഫലിപ്പിക്കാത്ത രീതി, ആ ഗ്രാമീണ സ്വഭാവം പ്രതിഫലിപ്പിക്കാത്ത രീതിയിൽ തീർത്തും രണ്ട് തലത്തിലായിട്ട് നമ്മുടെ ഭരണഘടന അധികാരത്തെ വിഭജിച്ച് നിർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അവരുടെ വിഭവങ്ങളുടെ അടിത്തറ കൊളോണിയൽ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പോലും അവർക്കുണ്ടായിരുന്ന അധികാരങ്ങൾ പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുരനുഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഭവങ്ങളുടെ അധികാരവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം വേറിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ അധികാരം ജനങ്ങൾക്കുണ്ടാകണം ഇന്നത്തെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അത് വിഭവങ്ങളുടെ അധികാരമായിരിക്കണം. അവരുടെ തദ്ദേശീയമായി നടത്തപ്പെടുന്ന വികസന മാതൃകകൾ ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളത് നിശ്ചയിക്കുവാനുള്ള അധികാരം ഗ്രാമീണ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഗാഡ്ഗിൽ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക ദർശനം. അതിനെ ഒരു രാഷ്ട്രീയപരമായി വികസിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. ആ ഗാന്ധിയുടെ ഗ്രാമസ്വരാജിനെയൊക്കെ വിഭവങ്ങളുടെ ഒരു ചലനവുമായി ബന്ധപ്പെടുത്തി അതിനെ ശാസ്ത്രീയമായ അതിൻ്റെ അടിത്തറയോടുകൂടി അതിനെ വികസിപ്പിക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ മാധവ് ഗാഡ്ഗിൽ സമകാലീന ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്. പാരിസ്ഥിതിക ദർശനങ്ങൾ മാത്രം അദ്ദേഹം അതിലേക്ക് നയിച്ചിട്ടുള്ള അതിൻ്റെ വിവേകങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ സൂക്ഷ്മമായുള്ള ജീവികളുടെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പെരുമാറ്റ രീതികളൊക്കെ തന്നെയും ഇതിനെയൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാധവ് ഗാഡ്ഗിൽ തീർച്ചയായിട്ടും അത് ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനപ്പുറത്ത് അദ്ദേഹം പിന്നെ ഈ ജീവികളുടെ സംരക്ഷണ മൂല്യവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടും ശാസ്ത്രീയത എടുത്ത് പറയുമ്പോൾ പോലും എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് ഈ രീതിയിൽ നമുക്ക് നഷ്ടപ്പെട്ടുള്ള ഗ്രാമീണ ജനസമൂഹത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള അധികാരങ്ങളും ഒക്കെ തിരിച്ചു കൊടുക്കാവുന്ന ചില സംവിധാനങ്ങൾ, ആ ചിന്തകളെ കരുപിടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് പുതിയ ഉൾക്കാഴ്ച നൽകി എന്നുള്ള രീതിയിലാണ്. അത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വ്യക്തമാണ്. അതിൽപക്ഷേ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഞാൻ കാണുന്നത് ഈ അധികാര ഘടനയിൽ ഉണ്ടാകുന്ന വിള്ളലിനെ കുറിച്ചുള്ള ആശങ്കയാണ്. യഥാർത്ഥത്തിൽ ബ്യൂറോക്രസിക്കുണ്ടായിരുന്ന ആശങ്കയാണ്. അത് ക്വാറികൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. കാരണം ക്വാറികളുടെ നിയന്ത്രണമൊക്കെ നടത്തുന്ന ബ്യൂറോക്രസിയാണ്, സ്റ്റേറ്റ് ബ്യൂറോക്രസിയാണ്. ഈ സ്റ്റേറ്റ് ബ്യൂറോക്രസിക്ക് നഷ്ടപ്പെടാവുന്ന അധികാരത്തെക്കുറിച്ചാണ് അവർ വേവലാതിപ്പെടുകയായിരുന്നു. ആ ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ സർക്കാരിനെ കൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കില്ല എന്ന് ശാഠ്യം പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ബ്യൂറോക്രസിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയ ഒരു വിഭാഗം ഇന്ത്യയിലെ ബ്യൂറോക്രസിയാണെന്ന് പറയേണ്ടി വരും. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി, അതിൻ്റെ അന്തർധാര മനസ്സിലായി. അതുകൊണ്ടാണത് ആ രീതിയിൽ അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് എന്ന് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആ രീതിയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെയും ഗാഡ്ഗിലിനെയൊക്കെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ആക്രമിക്കുകയും അവസാനം പക്ഷേ ലോകത്തിലെ എല്ലായിടത്തുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഭരണകൂടങ്ങളൊക്കെ തന്നെയും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വിധേയമാകുമ്പോൾ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ വിഭവങ്ങളുടെയും അതേപോലെ തന്നെ താഴെത്തട്ടുള്ള ചലനങ്ങളൊക്കെ വേറെ രീതിയിൽ നോക്കിക്കാണുന്ന ആളുകൾ. കേരളത്തിലും അതേപോലെ കേരളത്തിലും കർണാടകത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെയും ഭരണകൂടം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായി നിൽക്കുമ്പോൾ പോലും തദ്ദേശീയ ജനങ്ങൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളത്, അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ നമ്മുടെ വെള്ളപ്പൊക്കം, വളരെ പാരിസ്ഥിതിക വിനാശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വളരെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ കേരളത്തിലൊക്കെയുള്ള ആശങ്ക എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഓരോ സമയത്ത് മഴ പെയ്യുമ്പോഴും അദ്ദേഹം വിളിക്കുകയും എന്താണ് ഇവിടുത്തെ കാഷ്വാലിറ്റീസ് എന്ന് പറയുകയും അപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശങ്കകളും അദ്ദേഹത്തിൻ്റെ താക്കീതുമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന, ഒരുപക്ഷെ കേരളത്തിൽ ഇനിയൊരു മഴ പെയ്യുമ്പോൾ ഇനിയൊരു ഭൂമി കുലുക്കും അല്ലെങ്കിൽ ആ രീതിയിൽ മണ്ണിടിച്ചിലും കാലവർഷ കെടുതികളും ഉണ്ടാകുമ്പോൾ ശക്തമായിട്ട് കേരളീയരോട് നിൽക്കാൻ ഇങ്ങനെ ഒരാൾ ഇല്ലാത്ത ഒരു ശൂന്യത നമുക്ക് യഥാർത്ഥത്തിൽ കേരളീയർ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ശൂന്യത നമുക്ക് നികത്താൻ കഴിയുക നമ്മൾ ഓരോരുത്തരും ഗാഡ്ഗിലിൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരികയും കേരളത്തിലെ വിനാശകരമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന്
പിൻവാങ്ങുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഭരണകൂടങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അദ്ദേഹത്തോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രമിച്ച ആളുകൾക്ക് സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന അഭിവാദ്യങ്ങൾ.